ഇന്നത്തേത് എൻ്റെ ഒരു ഡയറ്റ് ഡേ ആണ് ഞാൻ കാണിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റു. രാവിലെ എന്ന് പറയുമ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പം നാരങ്ങ വെള്ളമൊക്കെ ഇങ്ങനെ കുടിച്ചു, വെറുതെ പ്ലെയിൻ ആയിട്ട് കേട്ടോ. നാരങ്ങ പറഞ്ഞിട്ടുണ്ടല്ലോ രാവിലെ നിങ്ങൾക്ക് കുടിക്കേണ്ട മെത്തേഡൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഈ ത്രെഡ്മില്ലിൽ കുറച്ച് നടന്നിട്ടൊക്കെ വന്നിട്ട് പിന്നെ ഒരു ബ്ലാക്ക് കോഫിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ അധികം വിശന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉച്ചയ്ക്കാട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് തന്നെ കുറച്ച് സാലഡ് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ചയ്ക്കും വൈകുന്നേരം കഴിക്കല്ലോ. അപ്പോൾ ഒരുമിച്ച് അരിഞ്ഞാൽ മതി. നിങ്ങൾ ഈ ഉച്ചയ്ക്കും വൈകുന്നേരം ഒന്നും അങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ ടൈം എടുത്തിട്ടൊന്നും ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഞാനൊരു കുക്കുംബർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ക്യാരറ്റ് നിങ്ങൾ യൂസ് ചെയ്യേണ്ട കേട്ടോ. കുക്കുംബർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ക്യാബേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ അധികം യൂസ് ചെയ്യണം. അപ്പോൾ ഒരു കൊച്ചു സ്മോൾ ടൊമാറ്റോ കൂടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ലെറ്റ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി കട്ട് ചെയ്തിടാം. പിന്നെ നിങ്ങൾക്ക് സാലഡിനുള്ള വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ഇടാം കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് പെപ്പർ ഇട്ടിട്ടുണ്ട്. പെപ്പറൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ നല്ലതാണ് കേട്ടോ. അപ്പോൾ പെപ്പർ കുറച്ച് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഡ്രസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സാലഡിൽ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാതെയും കഴിക്കാം കേട്ടോ. അപ്പോൾ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കണമെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് കഴിക്കുക. അപ്പം വൈകുന്നേരം കൂടി എടുക്കുകയാണെങ്കിൽ നേരത്തെ പിഴിഞ്ഞൊഴിച്ച് വെക്കണ്ട. കഴിക്കുന്ന സമയത്ത് പിഴിഞ്ഞൊഴിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ സാലഡ് കഴിക്കാൻ വേണ്ടി ലൈം കൂടി പിഴിഞ്ഞൊഴിച്ച് കഴിക്കാൻ വേണ്ടിയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെക്കുകയാണ്. നല്ല ടേസ്റ്റാണ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ് കേട്ടോ. ഇതിലുള്ള എല്ലാം ഹെൽത്തി ആണല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് മാത്രമല്ല, അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും പ്രോട്ടീൻ കൂടെ വേണമല്ലോ. സാലഡ് മാത്രം പറ്റില്ല. പക്ഷേ നമ്മൾ ഡയറ്റ് എടുക്കുമ്പം എന്തായാലും നമ്മൾ ഡെയിലി നമ്മുടെ ഡയറ്റിൽ സാലഡ്സ് ഉൾപ്പെടുത്തണം. അപ്പോൾ അത് ഈ കോക്കനട്ട് ഓയിൽ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ നാടൻ കോക്കനട്ട് ഓയിൽ, നാടൻ വെളിച്ചെണ്ണയില്ലേ, അത് കിട്ടുമെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക. കാരണം ഞാനിപ്പം അയർലൻഡിലാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഓയിൽ ഞാൻ കോക്കനട്ട് ഓയിൽ വാങ്ങിച്ച് യൂസ് ചെയ്യാണ് കേട്ടോ. നാടൻ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഞാൻ ബുൾസയാണ് ആക്കാൻ പോണത്. അപ്പോൾ ഇന്ന് ബുൾസ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഞാനിങ്ങനെ വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ അത്രേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിനകത്തേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഉപ്പും അതുപോലെ തന്നെ കുരുമുളകും കുറച്ചിടും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഞാൻ ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു കാര്യം പറയാനുള്ളത്, എനിക്കിത് ഇങ്ങനെ തന്നെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം. ഞാനിങ്ങനെ ഒന്ന് മറിച്ചും കൂടി ഇട്ടിട്ടാട്ടോ കഴിക്കുന്നത്. കാരണം എനിക്ക് 2 സൈഡും ഒന്ന് വേകുന്നതാണ് ബുൾസ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരും ഉണ്ട്. ചില ടൈമിൽ ഇഷ്ടമാണ്, പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ മറിച്ചിട്ട് കഴിക്കാൻ എനിക്ക് ഒത്തിരി കൂടി ഇഷ്ടമാണ്. അപ്പോൾ 2 സൈഡോടെ മറിച്ചിട്ടിട്ട് നമ്മൾ എടുക്കുകയാണ് നമ്മുടെ മുട്ട കേട്ടോ. അപ്പോൾ മുട്ടയും ഇതും കൂടി ചേർത്താണ് എൻ്റെ ഏകദേശം ഉച്ചയായിട്ടുണ്ട്. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാം. ലഞ്ചിന് വേണമെങ്കിൽ ഒരു തോരനും അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ അത് എടുത്ത് പ്ലേറ്റിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര സാലഡ് നമ്മൾ യൂസ് ചെയ്യില്ല. നമ്മൾ കഴിക്കുന്ന കുറച്ച് സാലഡ് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ എടുത്തിട്ട് നിങ്ങൾക്ക് ലൈം കൂടി ചേർത്തിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ കഴിച്ച സമയത്ത് ലൈം ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ഞാൻ എടുത്ത സമയത്ത് ലൈമൊക്കെ ചേർത്തിട്ടാണ് കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ കഴിച്ചിട്ടുണ്ട്. അപ്പം വൈകുന്നേരം ആയപ്പോഴത്തേക്കാണെങ്കിൽ ഞാൻ ഒരു മീനും കൂടെ വറുത്ത് വെച്ചു. രാവിലെ തന്നെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്ര മാത്രമേ ഇട്ടുള്ളൂ. ഞാൻ ഓയിലുണ്ടോ തീരെ കുറവാണ്, 1 സ്പൂണേ ഇട്ടിട്ടുള്ളൂ. കോക്കനട്ട് ഓയിലാണ്, അതിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. സാൽമൺ ഫിഷാണ്. അതിൻ്റെ കൂടെ ഇതുപോലെ കുറേ സാലഡ്സും എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സാലഡ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം വയറ് നമുക്ക് ഫില്ലാവാനുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നാരങ്ങ വെള്ളം ഉപ്പിട്ട് കുടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് കോഫി കുടിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതില്ലേ ഗ്രീൻ ടീ അതും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വീഡിയോസ് എന്നും വേണമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.